ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിത്രം ഞാനാണ്. നിങ്ങളുടെ ആദ്യ കല്യാണത്തിന് നിങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ സെൻറ്ററിൽ ഇപ്പോഴത്തെ ഭാര്യ നിൽക്കുന്ന ആ ചെറുപ്രായത്തിൽ നിൽക്കുന്ന ഫോട്ടോയാണ് വരുന്നത്. கோகிலா அவளோட ஸ்நேகம் நான் திருச்சி அறியும்போது அந்த ஃபோட்டோவை ஷேர் பண்ணுறேன். ஹாஸ்பிட்டலில் கண்ட சமயம் ஃபோன் யாரோட கையில்? நாங்கள் ரொம்ப ஹாப்பியாக இருக்கோம். இந்த மாதிரி எதனா ஒன்று வந்தால் மட்டும்தான் அது அப்செட் ஆகுது. ദൈവം ഉണ്ടെങ്കിൽ സാത്താൻ ഉണ്ട്. ദൈവത്തിക്ക് ആര് കൂടുതൽ ഇഷ്ടമോ അവർക്ക് വേദന കൊടുക്കും. കുടുംബം തകർക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. நம்ம கூட 4 நல்ல மனுஷன்மார் இருந்தாலே നമ്മുടെ ജീവിതം നന്നായി. ഞാനല്ല കോകിലാക്ക് ജീവിതം കൊടുത്തത്, അവ தான் எனக்கு കൊടുത്തത്. അഭിരാമിയെ താലാട്ടും സാമിയേ. അതാണ് എനിക്ക് പ്രണയം തോന്നിയത്. ഫസ്റ്റ് അട്രാക്ഷൻ അങ്കിൾ தான் ரொம்ப தகர்ந்து. அதெல்லாம் கிடையாது, நான் அகத்து வந்து பேசிக்கிறேன். நேர செக்யூரிட்டி போயிட்டா ஏத்தி வந்து இந்த பிரச்சனையில பார்த்துட்டு. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, മലയാളികൾക്ക് എന്നും ഇഷ്ടമുള്ള ബാലയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ബാല, നമസ്കാരം. നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മൂഡ് മാറി. കുറച്ച് അപ്സെറ്റ് ആയിരുന്നു, അറിയാമല്ല. 2-3 ദിവസം എന്താ കോൺട്രവേഴ്സിയിൽ വന്നിരുന്നു. ഞാൻ മാത്രമല്ല, ഫാമിലി ആയിട്ട് എല്ലാവരും അപ്സെറ്റ് ആയിരുന്നു. അപ്പോൾ ഇനിമേ ഒരു ഇൻ്റർവ്യൂ വേണ്ട, ഒന്നും വേണ്ടാന്ന് ഇരുന്നതാണ്. പക്ഷെ നിങ്ങൾ വൈക്കം വരെ തേടി എത്തി ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എൻ്റെ മൂഡ് മാറി. അതല്ല, ഓക്കെ, ഹാപ്പി ആയില്ലേ? പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാല. വീട് എന്ത് രസമാണ്, എന്ത് രസമുള്ള ജീവിതമാണ്. ബാല ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞാൻ ഉൾപ്പെടുന്ന സമൂഹം എന്നാണ് ഞാൻ കാണുന്നത്. എങ്ങനെ പോകുന്നു ഇപ്പം? சார், இந்த வீடோ இந்த ஸ்தலமோ இதெல்லாம் அட்மாஸ்பியர் சார். நம்ம கூட 4 நல்ல மனுஷன்மார் இருந்தாலே, நல்லவர் கூட നിന്നാലേ നമ്മുടെ ജീവിതം നന്നായിരിക്കും. അവരുടെ പ്രാർത്ഥന മതി, ഒരുപാട് പേര് വേണ്ട. 4 നല്ലവർ കൂടെ இருந்தாலும் മതി. അത് എനിക്ക് ഇപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അല്ല, ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് വീഡിയോസ് കണ്ടു, പലരുടെ പേജിലൊക്കെ വീഡിയോസ് കണ്ടു. നമ്മൾ പാലാരിവട്ടത്ത് ഏറ്റവും സെൻട്രലിൽ താമസിച്ച ബാല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ബാലയെ തേടി വരുവാണ് ആളുകൾ. ഇന്നലെ രാത്രി വന്നു വലിയ വലിയ ആളുകൾ ഇവിടെ വീട്ടിൽ വന്നിരുന്നു. അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഇന്നലെ കോക്കില അടുത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും പറഞ്ഞു ഒരു 2 ദിവസമെങ്കിലും അങ്ങോട്ട് വരണം സാർ. അപ്പം ഞാൻ എവ്വളോ ഹർട്ടായിരുപ്പேன். என் மனசு லெவலில் எத்தனை கொல்லம் நான் உண்டாയിരുന്നു എറണാകുളത്ത്. என் சொந்த வீடு, என் பந்தம், என் நாடு, என் மொழி எல்லாத்தையும் விட்டு நீங்களை ஸ்நேகிச்சு நான் எറണാകുളத்தில் நின்னேன். எத்தனை வருஷம்? 16-18 வருஷம். அப்போ மனசளவில் நான் எவ்வளோ ഹർട്ടായിരുப்பேன். അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. അവർക്കേ ഈ വേദന വരും, കള്ളന്മാർക്ക് വേദന വരാതെ മനസ്സിനകത്ത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും വരുന്നു ഇവിടെ വരെ തേടി കണ്ടുപിടിച്ചു. നിങ്ങളും വന്നീங்க. അതെ അതെ അതെ, അതെനിക്ക് സന്തോഷം. എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം എന്ന് തീരുമാനിക്കാൻ കാരണം ബാല? എനിക്കെൻ്റെ ജീവിതം ഇനി കോക്കിലാണ്. സോ ഞാൻ കാരണം, എൻ്റെ കരിയർ കാരണം, മീഡിയ കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. അതുമില്ലാണ്ട് നമ്മൾ ഒരു സ്റ്റേജ് എത്തി, ലൈഫിൽ ഒരു സ്റ്റേജ് എത്തി. ശരി, ഇനി തൊട്ട് നല്ല പടങ്ങൾ ചെയ്യുക, നല്ല പടങ്ങൾ ഇല്ലയാ, நல்ல படங்கள் கண்டுட்டு வீட்டில் இருக்கியா. പിന്നെ ലൈഫ് இந்த மாதிரி இப்போ பார்த்தீங்க அட்மாஸ்பியர், കായൽ, ബോട്ട്, നല്ല ഇന്നസെൻ്റ് ആയിട്ട്, മലയാളത്തിൽ എന്ത് പറയും, നിഷ്കളങ്കൻ, നിഷ്കളങ്കമായിട്ടുള്ള ആളുകൾ, ചതിയില്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയ ഒരു മനസ്സമാധാനം. വേറൊരുക്കറിയാം, ഇപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് നോക്ക്, തിരിഞ്ഞു നോക്കുന്നല്ലേ. ഞാൻ ഒരു ഘട്ടത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, എന്നും പ്രാർത്ഥിക്കുന്നവർ. ഒരു ഘട്ടത്തിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ അമ്പലത്തിലേക്ക് പോകാൻ നിർത്തി. ഞാൻ പോകാറില്ല, പക്ഷെ എന്നും തൊഴുകും.
இப்போ என் லைஃப் சேஞ்ச் ஆகிடுச்சு. என் மனைவி எல்லா அம்பலத்துக்கும் கூப்பிட்டு போனாங்க. വൈക്കം അപ്പനടുത്ത് പോയി, മുരുകർ അമ്പലത്തിൽ പോയി. ആക്ച്വലി ഞാൻ ഇങ്ങനെ എന്തിനാ ഇരിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ കണ്ടില്ലേ? ഞാൻ പോയി സൈന പ്രദക്ഷിണം ചെയ്തു. തമിഴിൽ അംഗപ്രദക്ഷിണം ചൊല്ലാം, ഇங்கே സൈന പ്രദക്ഷിണം. ഉദയനാരായണപുരം മുരുകൻ ടെമ്പിളിൽ ചെയ്തു. പിന്നെ ചർച്ചിക്ക് പോയി. നമുക്ക് மதம் இல்லை சார். வீட்டில் இங்கே இருக்கும், குரான் கூட இருக்கும், ബൈബിൾ இருக்கும். എല്ലാവരും മനുഷ്യനാണ് ഏറ്റവും വലിയ ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് നിങ്ങളും ദൈവം, അവനും ദൈവം, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ബാലയുടെ ജീവിതത്തിൽ ഭയങ്കര ചേഞ്ച് വന്നിരിക്കുന്നു അല്ലേ? ബാല ഇപ്പോൾ പുതിയൊരു വിവാഹം ചെയ്തു, നല്ല സന്തോഷമായി ജീവിക്കും. ഞാൻ ഹെൽത്ത് വൈസ് നല്ല ഇമ്പ്രൂവ്മെന്റ് സാർ. ഞാൻ വിവാഹത്തിന് വന്ന ആളാണ്, അതുകൊണ്ട് പാർട്ടിയുടെ അടുത്ത് വന്നതാണ്. എന്ത് സന്തോഷമുള്ള ജീവിതമാണ്. നമുക്കൊക്കെ അസൂയ, ഇങ്ങനെ വേണം നിങ്ങൾ ജീവിക്കാൻ നമുക്കൊക്കെ തോന്നി. നല്ലൊരു ഭാര്യയെ കിട്ടി. ഞാൻ എന്ത് പറഞ്ഞാലും ഇത് എടുത്ത് കട്ട് ചെയ്ത് ട്രോളിലിടും മുൻപ് ഞാൻ പറഞ്ഞതൊക്കെ വെച്ചിട്ട്. പക്ഷെ ഞാൻ ഒരേ ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ പറയാണ്, ഒറ്റ അഭിപ്രായം പറയണമെങ്കിൽ എൻ്റെ മനവി, എൻ്റെ വൈഫ് കുറിച്ച് പറയുകയാണെങ്കിൽ இந்த ജനറേഷനിൽ ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഭയങ്കര ഒരു എനിക്ക് ഒരു ഭാഗ്യം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ കാലം നിറയെ ചേഞ്ച് ആയിடுச்சு, ജനറേഷൻ മാറി വരുവാണ്. ഞാൻ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നതെന്ന് തന്നെ തുടങ്ങാം. ഒരു നല്ലൊരു ജീവിതം അല്ലേ? വൈഫിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോഴാണ് ഇടയ്ക്കൊന്ന് കറണ്ട് പോയതോടെ. വൈഫിനെ കുറിച്ച് തുടരാം നമുക്ക്. അപ്പോൾ മീഡിയയൊക്കെ കൊണ്ടുവരേണ്ടെന്നാണ് പറയുന്നത്. ഇതും പറയുന്നെങ്കിൽ വന്നപ്പോൾ പ്രേക്ഷകരെ വന്നപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ഇൻ്റർവ്യൂവിലിരിക്കുന്നു, അപ്പം പറ്റില്ലെന്ന് പറഞ്ഞു. നിർബന്ധിച്ചിരിക്കുക, വരുവോ ഇല്ലെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ വിളിക്കും, വരും, എൻ്റെ അടുത്ത് വരും, ഉറപ്പായിട്ടും വരും. പക്ഷേ ജീവിതത്തിൽ ഇപ്പോൾ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ഭാര്യ അല്ലേ? ഈ ജനറേഷനിലെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്താണ് പൂർത്തീകരിച്ചത്? ഇല്ല സാർ, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാവരും ഏതോ ഒരു ഓട്ടത്തിൽ ഓടുവാണ്. இந்த ஜென்ரேஷன் ஒரு அர்த்தமில்லாத ஒரு ஜீவிதத்தில் ஜீவிச்சுകൊണ്ടിരിക്കുന്നത്. சார் நீங்கள் எடுத்து நோக்கியால் இப்போ நீங்கள் இந்த கேமராமேன் இவன் எல்லாருக்குமே ബാങ്ക് ലോൺ இருக்கும், വീട് ലോൺ இருக்கும். ഇല്ല, ഇവരൊക്കെ ജീവിക്കുന്നത് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. എന്നിട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് അതല്ല ലൈഫ് സ്റ്റൈൽ. അതല്ല, കടനില്ലാതെ ജീവിക്കുന്നതാണ് ലൈഫ് സ്റ്റൈൽ. മനസമാധാനമായിട്ട്, കാശില്ലെങ്കിലും മനസമാധാനമായിട്ട് ജീവിക്കണം. காசு உണ്ടെങ്കിൽ 4 பேருக்கு கொடுக்கணும். இப்போ நாளே நான் ஒரு காரியம் சொல்கிறேன். இப்போ இந்த சேரிட்டி ஒர்க் ചെയ്യുമ്പോൾ ഞാൻ കോക്കിലാവെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞു കേൾക്കത്തില്ല, ചെവി തുറക്കത്തില്ല ആരും. ഇதை நான் വീഡിയോ ഇടുമ്പോൾ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട് സാർ. அந்த പേഷ്യൻ്റ് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് ജീവിതത്തിൽ. പക്ഷെ കാല് വയ്യാണ്ടായി. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. 25,000 ருபீஸ் கொடுத்தேன் சத்தியம். ஆனால் நான் வீடியோ போட்டேன். அந்த ஆளுக்கு ஒரு எக்ஸ்ட்ரா ஒரு 40,000 கிடச்சிருச்சு டைரெக்டாக. அது ஏன் நம்ம தடையணும்? இப்போ கோகிலா இந்த வீடியோவில் வரேன்னா, நான் ஒரு லிவர் பேஷண்ட், ട്രാൻസ്പ്ലാന്റ് ആയിരിക്കും. എൻ്റെ അറിവിൽ ഞാൻ കുറച്ച് നാൾ ജീവിക്കും, നല്ല രീതിയിൽ ജീവിക്കും. എനിക്ക് അടുത്ത ജനറേഷൻ നാളെ ഞാൻ വിട്ടിട്ട് പോയത്. அதனால தான் நான் ஒரு இன்டர்வியூவில் நான் പറയുന്നത്, நான் நல்லா இருப்பேன், எல்லாரையும் நல்லா வாழ வைப்பேன், ஹாஸ்பிட்டல் கட்டுவேன். அப்போ அந்த ஹாஸ்பிட்டலை யார் നോക്കണം? ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്, മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഞാൻ എന്ത് നേടാനാണ്? ഞാൻ കാശൊക്കെ പിരിച്ചിട്ടാണോ ഞാൻ ഹോസ്പിറ്റൽ കട്ടുന്നത്? ഇല്ലല്ല, എൻ്റെ അപ്പൻ്റെ സ്വത്ത്, എൻ സ്വത്ത്. എനിക്ക് ശേഷം കോക്കില അത് ചെയ്യണം, അത് കഴിഞ്ഞ് എൻ്റെ മകൻ ചെയ്യണം. അതാണ് വേണ്ടത്. അതിൻ്റെ ബേസാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. உங்களுக்கு ഇഷ്ടം இல்லைன்னா போங்க. பாவப்பட்டவர் எத்தனையோ பேருக்கு நன்மை நடக்கணுண்டு, அதை ஏன் தடையணும்? தெய்வம் இருந்தால் சாத்தானும் இருக்கு. சரி, நான் ரொம்ப சிம்பிளாக ஒரு கன்செப்ட் சொல்கிறேன் காண ஆடியன்ஸுக்கு. இப்போ 2-3 டேஸாக நான் ரொம்ப டிப்ரெஷன் இருக்கு. நானும் சரி, എൻ്റെ വൈഫും ശരി, அந்த വേലക്കാരിനൊക്കെ ഇട്ടില്ലേ, ഒരു മീഡിയയിൽ ഇട്ടു, വേലക്കാരിയുടെ മാമ പൊണ്ണ വേലക്കാരിനെ ഇട്ടു, ഭയങ്കരമായിട്ട് കറങ്ങി.
വേലക്കാരി കൊണ്ട് മോശമായിട്ടുള്ള വാക്ക്. പക്ഷേ എന്നാലും അവർ വീട്ടുകാർ വിളിക്കില്ലേ, അവർ അച്ഛൻ വിളിക്കില്ലേ, എന്തുമാത്രം ഒരു ട്രോമ ഉണ്ടാവും. സ്വന്തം ചേട്ടനും, അതായത് സ്വന്തം ചേട്ടൻ പേര്, കൂടെ ജനിച്ച ചേട്ടൻ പേര് സൂര്യ, ഗോകുൽ വൈഫോടെ സൂര്യ. സ്വന്തം ചേട്ടൻ கூட இருக்கிற ஃபோட்டோவை விட்டுட்டு அப்போ ஒரு மாதிரி தகர்ந்து போகவில்லை. ചെറിയ കുട്ടിയാവള്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് റീലേ കട്ടായിപ്പോയി. ഞാൻ എന്ത് പറയാൻ വന്നതിനെ മറന്നുപോയി. അപ്പോൾ എന്തുമാത്രം നമ്മൾ ഒരു ട്രോമയിലറിയും. ഇന്ന് തമിഴ്നാട് പത്രത്തിൽ വന്നിരിക്കുന്നു, തമിഴ്നാടുടെ പത്രത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അവർ ബന്ധുക്കളെല്ലാം എന്ത് വിചാരിക്കും? என்ன വേണോ പേശலாம் இல்லையா? അതുകൊണ്ടാണ് ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞത്, എൻ്റെ ഭാര്യയെക്കുറിച്ച് നീ പറയണേ, നിൻ്റെ ഭാര്യയെക്കുറിച്ച് நான் ஒரு வாக்கு தப்பாக சொல்லிட்டா என்ன ஆகிடும்? அது எவ்வளோ பெரிய பாவம். அது ചെയ്ത് എത്ര വലിയ പാവமாக ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ട്. மீடியானா അങ്ങനെ தான். நீ மீடியா விட்டுரு, நீ ஃபஸ்ட்டு மனுஷனாரு. மனுஷத்துவம் காணிக்கை பூமியில். சார் நான் உண்மையில சொல்கிறேன் சார், எனக்கு வந்த வருமானத்துலேருந்து நான் ஒரு 50-60 படம் மேலே நான் செய்துட்டு 5 ലാംഗ്വേജിൽ ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ടേ ബാല ഓരോരു പടത്തിൽ വരുന്ന ഒരു കാശ് എടുത്ത് അപ്പടിയെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് ഒരു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നും എൻ്റെ ഒരു കാറ് ഞാൻ വിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കല്ലൂർ പോയി ചോദിക്കും, കല്ലൂർ அந்த ஏரியாவில் போய் ചോദിക്കും ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്. അതെല്ലാം ഞാൻ ഒന്നും എക്സ്പോസ് பண்ணலே. ഞാൻ എത്ര ചെക്ക് കൈമാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഒരു കൺസെപ്റ്റ് എന്നാ தெரியுமா சார்? ദൈവം ഉണ്ടെങ്കിൽ സാത്താനുണ്ട്. സാത്താനുക്ക് ദൈവത്തെ ഇടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ദൈവத்துக்கு யார் കൂടുതൽ ഇഷ്ടമോ അവർക്ക് വേദനയെ കൊടുക്കും. அதை தான் நான் அனுபவிச்சுட்டு இருக்கேன். எனக்கு நன்னாയിട്ട് അറിയാം ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് എന്നെ നല്ല ഇഷ്ടമുണ്ട്, എന്നെ വിശ്വാസമുണ്ടെന്ന്. இந்த பூமியை விட்டு போகும்போது நான் പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ പാലിച്ചിട്ടേ പോവുള്ളൂ. അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. അതുപോലെയാണ് இந்த மீடியாவிലൊക്കെ ഇട്ടവനൊക്കെ സാത്താൻ. ഇവന്മാർ മാക്സിമം പേര് എന്ത് ചെയ്യും? മനസ്സ് വേദനിപ്പിക്കും. പരവായില്ല, തിരിച്ചു വരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു ആ ഫോട്ടോ ഞാനും കണ്ടു. കുറേ മീഡിയാസിൽ ഫോട്ടോ ഇട്ടിരിക്കുന്നു. നിങ്ങളുടെ ആദ്യ കല്യാണത്തിന് നിങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ സെൻറ്ററിൽ ഇപ്പോഴത്തെ ഭാര്യ നിൽക്കുന്ന ആ ചെറുപ്രായത്തിൽ നിൽക്കുന്ന ഫോട്ടോയാണ് വരുന്നത്. ഇന്ന് വരെ ആ ഫോട്ടോ പുറത്ത് വരാത്തൊരു ഫോട്ടോയാണ്. ഈ സമയത്ത് നിങ്ങൾ സുഖമായി ജീവിക്കുമ്പോൾ ആ ഫോട്ടോ എടുത്ത് പുറത്തേക്ക് വേറെ ഒരു ഫോട്ടോ കണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ ഒരു ഫോട്ടോ മാർഫിങ് ചെയ്ത ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് വരാം. അങ്ങനെ ഫോട്ടോ വരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് ഫോട്ടോസ് കണ്ടപ്പം ഞാൻ അതിനകത്ത് കമൻറ്റുകൾ വായിച്ചു. ഇത് ബാലയുടെ കൂടെയാണ് ഞങ്ങൾ, ഇത് മോർഫിങ് ചെയ്തിരിക്കുന്നു ഈ ഫോട്ടോ എന്നും കമൻറ്റുകൾ വരുന്നു. ഈ ഫോട്ടോ എങ്ങനെയാണ് പുറത്തേക്ക് പോയത് എന്ന് വലിയ ചോദ്യം സാർ. நாங்கள் ஒரு நாள் என் ஜீவிதத்தில் நான் பாக்கி ஜீவிக்காம போகுന്ന இந்த ജന്മത്തിൽ ഒരു ദിവസം മുഴുവൻ പോയി ഇത് എങ്ങനെ ഞങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, ചെന്നൈയിൽ വിളിക്കുന്നു, സൈബർ സെല്ലിൽ വിളിക്കുന്നു, എല്ലാവരും വിളിക്കുന്നു. കാരണം സാർ, இந்த ഫോട്ടോ ആക്ച്വലി എൻ്റെ അടുത്തേ ഇല്ല. ഒന്ന് മനസ്സിലാക്കണം. கோகிலா அவளோட ஸ்நேகம் நான் திருச்சி அறியும்போது அந்த ஃபோட்டோவை ஷேர் பண்ணுறேன். கிறிஸ்டல் கிளியராக இருக்குது சார். இப்போ உங்கள் ஃபோன்லேருந்து சைபர் செல்லில் க்ளீனாக சொல்கிறாங்க. ഒരിക്കലും അങ്ങനെ ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫോണിലേന്ത് താൻ അത് പോയിരിക്കുന്നു. ഹോസ്പിറ്റലിൽ കണ്ട സമയം ഫോൺ ആരുടെ കയ്യിലായിരുന്നു അതെനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല, വിട്ടേക്കാം. എൻ്റെ സംസ്കാരം നോക്കിയിട്ട് ഞാൻ മുമ്പിട്ട് പോട്ടെ. ഞാൻ ആരെയും കുറ്റം പെടുത്തുന്നില്ല, എല്ലാവരും നല്ലതായിരിക്കട്ടെ. പിന്നെ ആർക്കും പിടികിട്ടാത്ത ഒരു കാര്യം, എൻ വൈഫുடைய ഫോട്ടോസ് പണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു സാർ. അതായത് ഞാൻ പറയുന്നത് ഒരു 4 വർഷം മുമ്പ് അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. இந்த பப்ளிசிட்டி அதெல்லாம் ஒன்றும் இஷ்டம் இல்லை. அதுலேருந்து எடுத்துகிட்டு உண்டாகும். പക്ഷേ ரொம்ப பர்சனலாக இவரோட ஃபேமிலி ஃபோட்டோஸ்
ஃபங்க்ஷன் ஃபோட்டோஸ் எல்லாம் வெளில வந்துருக்கு. அது எங்கே சாதிக்கணும்? ஒரு பிடியும் കിട്ടുന്നില്ല. അപ്പോൾ இந்த ஃபோட்டோஸ் പുറത്ത് വരണമെങ്കിൽ അത് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു കാര്യം അല്ല, ഒരു കാര്യം മനസ്സിലാ, അല്ലെങ്കിൽ ഈ സമയത്ത് ശക്തമായിട്ട് അല്ല, ഈ സമയത്ത് വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു, നല്ല കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതം കുടുംബം തകർക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. 100% என்ன டவுட்டு ഇതിൽ ഏதாவது ഒരു സംശയം ക്രിസ്റ്റൽ ക്ലിയറായി എഴുതി വെച്ചിട്ട് 100%. ബാല, ഞാൻ ചോദിക്കുന്നു, എൻ്റെ വൈഫ് ഇന്നലെ എന്നോട് പറഞ്ഞു, എൻ്റെ സ്വന്തം വൈഫ് പറഞ്ഞു ബാല വിവാഹം ചെയ്തു. சரி, இன்னொன்று உங்கள் ஒய்ஃப்டே கேளுங்க. யாருக்கெങ്കിലും ஒரு என்னை விட்டுருங்க, நான் ஒரு நடன், கான்ட்ரவர்சி, ஏதெങ്കിലും ஒரு மனுஷனுக்கு மனசு வருவோ, ஒரு 24 വയസ്സ് ஆனால் கோகிலா மாதிரி ஒரு இன்னசென்ட் பெண்ணை ഇത്രയും മനസ്സ് വേദനിപ്പിക്കാനും അവർ കുടുംബത്തെ നശിപ്പിക്കാനും ശ്രമിക്കുന്നതുക്ക് അല്ല, അത് ഞാൻ കാരണമല്ലേ? അതാണ് എന്റെ ടാർഗറ്റ് അല്ല. അതാണ് എൻ്റെ വൈഫ് ഇന്നലെ പറഞ്ഞത്, എന്തിനാണ് ഇവരെ ഇങ്ങനെ പിന്തുടരുന്നത്? ബാല വിവാഹം ചെയ്യുന്നത് വേലക്കാരിയാണ്, വേലക്കാരിയുടെ മോളാണ്, ഓക്കെ, അതവരുടെ റിലേഷനാണ്. മുറപ്പെണ്ണാണ്. ആ ബാല ജീവിതമാണ് കൊടുത്തത്. എന്തിനാണ് ബാലയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നോട് ചോദിച്ചാണ് എൻ്റെ വൈഫ്. ഇല്ല സാർ, ഞാനല്ല கோகிலாக்கு ജീവിതം കൊടുത്തത്. ഞാൻ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും சொல்லுவேன், அவள் தான் எனக்கு கொடுத்தது. அந்த ட்ரூ லவ், அந்த ட்ரூ லவ்வுக்கு அவள் அனுபவிக்கிற வேதனை அதுதான் இப்போவும் சொல்கிறேன். தெய்வத்தை டைரெக்டாக அடிக்க முடியாது. இப்போ எனக்கு வேதனை வருது, எனக்கு வேதனை வரணும்னா இவளை டார்கெட் பண்ணணும். അതെ അതെ അതെ, கோகிலாவை டார்கெட் பண்ணி கோகிலா மனசு வேதனைப்பிச்சு அவள் கரைவானெങ്കിൽ நான் கரையும். இதுதான் நடக்குது. அது மதி அவർക്ക് அல்டிமேட் டார்கெட் நான் தான். டைரக்ட் வரல, இன்டைரக்ட் வழி. இன்டைரக்ட் அடிக்க, டைரெக்டாக அடிக்க முடியாது. டைரெக்டாக நீ என்ன பண்ணுவேன்? நான் தான் மரணத்தை பார்த்துட்டேனே. மரணம் இருந்தாலும் நான் கண்டு கழிஞ்சிட்டு இப்படி அடிக்கிறது, வரம் வாங்கி வந்திருக்கேன். പക്ഷെ என்ன அடிக்க முடியாது, என் மனசை வேதனைப்பிக்க முடியும். അത് ടാർഗറ്റ് കോകില பண்ணி ഇൻഡയറക്റ്റാக வந்து டைரெக்டாக என்ன அடிக்கிறாங்க. ആ ഫോട്ടോയ്ക്ക് പിന്നിൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ബാലയുടെ ഫോൺ കയ്യിലുണ്ടായിരുന്ന ആരുടെ കയ്യിലാണെന്ന് ബാലയ്ക്ക് എന്തായാലും അറിയാം. പുറത്ത് പറയാൻ ബാല കാണുന്നില്ല. ബാലയ്ക്ക് അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹമില്ല, അത് ബാല പറയുന്നത്. അത് ബാലയുടെ ഒരു മനസ്സ്. പക്ഷെ നിങ്ങൾ വേദനിച്ചത്, വൈഫിനുണ്ടായ ഒരു വേദന വലുതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നിന്നും വൈഫ് ഇപ്പം എങ്ങനെയാണ്? കഷ്ടം. അതാണ്. പിന്നെ ഇന്നലെ രാവിലെ കൂടെ ചർച്ചയ്ക്ക് കൊണ്ടുപോണേ. തൊട്ടടുത്ത് ഒരു ഉക്കരം ചർച്ച. എൻ്റെ മുമ്പ് കരയില്ല അവൾ. ஒரு மாதிரி ஃபீல் ஆனது. நான் வெளியில் வந்துட்டேன். அவள் கரையினதை நான் மாறி நின்று ഞാൻ കണ്ടു. തിരിച്ചു വന്നോന്നെ എനിക്ക് ചോദിക്കാൻ പോലും ഒരു മാതിരി പറ്റുന്നില്ല. ഒരു കുറ്റബോധം വന്നിരിച്ചു. ഒരുപക്ഷേ ബാല എന്ന് പറയുന്ന വ്യക്തി സിനിമാ നടൻ ഇല്ലെങ്കിൽ അവൾക്ക് ഈ വേദന അനുഭവിക്കേണ്ടി വരില്ല. நான் ஏதோ ஒரு பிஸ்னஸ்மேனோ, ஒரு டீச்சரோ, இல்லை இன்ஜினியரோ, இல்லை ஃபாரினில் ஏதாவது வேட்டையாடக்கூடாது சார், ரொம்ப தப்பு. இப்போது இந்த இன்டர்வியூ நடக்கும்போதே இடைக்கிடைக்கு நான் 3 தடவை உள்ளே போனேன். 3 தடவையும் அவள் പറയുന്നത്, மாமா எனக்கு பேடியாக இருக்கு மாமா. நான் சொன்னேன், இந்த அண்ணனை நீங்கள் ஆல்ரெடி கண்டதா? அത്ര വില്ലനൊന്നുമില്ല, വില്ലൻ തന്നെ, അത്ര വില്ലനൊന്നും. உனக்கு என்ன தோணுதோ മനസ്സിൽ இருக்கிறது ഉണ്മയെ പേശ്. വിളിക്കാം, വരാൻ പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് വിളിക്കാം. വൈഫിനെ ഒന്ന് വിളിച്ചാലോ? കോകില വാങ്ങിട്ട് ഞാൻ പാവം தான். அம்மா வணக்கம். வணக்கம் அண்ணா. எப்படி இருக்கீங்க? நல்லா இருக்கு. நல்ல சௌக்கியம். உங்கள் சிரி மாத்திரம் மதி, எங்களுக்கு எல்லாம் சந்தோஷம் இருக்கு. சரி. இல்லை, இப்போதான் ஒரு 2 டேஸாக கொஞ்சம் அப்செட்டாக இருந்தோம். எதுக்கு? இல்லை, மீடியாவில் எல்லாம் இதுவாச்சு இல்லையா? சொல்லுங்க. இல்லை, எனக்கு இப்போ இங்கே பேச கூட எனக்கு விருப்பம் இல்லை. അണ്ണാ കൂപ്പിട്ടതിനാല தான். അതായത് അവൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ ഇത് ക്യാമറ മുമ്പ് ഇരിക്കാൻ പോലും അവൾക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ലെന്നാ പറയുന്നത്. മനസ്സിലായി, എനിക്ക് തമിഴ് കൊഞ്ചം കൊഞ്ചം പിടിക്കും. அதுதான். അതെല്ലാം പോകാൻ പറയാം. സോ നോ പ്രോബ്ലം. നിങ്ങൾ നല്ലതായി വാഴ്ത്തണം, அதுதான் எங்களுக்கெல்லாம் ஆக்கிரம்.
நாங்கள் நல்லா இருக்கோம். இந்த மீடியா எனக்கு விருப்பமே இல்லை இப்போது. ஏன்னா தேவையில்லாமல் ஏதோ போடுறாங்க. அதுதான் இனிமே வந்து எதுவுமே எங்கள் ஃபேமிலி பற்றி எதுவுமே போட வேண்டாம். அதுதான் நான் கேட்டுக்கிறேன், வேறு எதுவும் இல்லை. நாங்கள் ரொம்ப ஹாப்பியாக இருக்கோம். இந்த மாதிரி எதனா ஒன்று வந்தால் மட்டும்தான் அது அப்செட் ஆகுது. மற்றபடி வேறு എതുമേ അത് പ്രശ്നമില്ല. എല്ലാ മീഡിയാസും അറിയാൻ വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള മീഡിയാസ് അറിയാൻ വേണ്ടിയാണ്. അത്രയും സങ്കടത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് സമീപനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. അതെനിക്കും ഉണ്ടാകാം, നിങ്ങളെപ്പോലെ മറ്റ് വീഡിയോയ്ക്ക് ഉണ്ടാകാം. ആ അനുഭവമാണ് ഇപ്പോൾ പങ്കുവച്ചത്. എല്ലാവരും സമീപനം പാലിക്കുക. ഞാൻ അതിൽ നിന്നും മാറിയാണ്, ആ ചോദ്യത്തിൽ നിന്നും മാറിയാണ്. ഞാൻ വേറെ ചോദ്യത്തിലേക്ക് പോവാണ്. எப்படி இருக்க சௌகா சொல்லுங்க. ரொம்ப நல்லா இருக்கு. அண்ணா ஏது பாட்டு உங்களுக்கு ஏற்றம் இஷ்டம்? நிறைய பாட்டு இருக்கு. ஏதோ ஒரு பேர் சொல்லுங்க. தென்றல் வந்து தென்றல் போடுங்க. நல்லா மாற்றினேன். ഞാൻ இப்படி ஹாப்பி ஆக்கினது. இந்த மூடில் தான் போகிறேன். தேகம் எங்கும் மின்சாரம் பாய்வதேனோ கண்ணே, மலர்ந்த கொடியோ மயங்கி கிடக்கு, இதழின் ரசங்கள் எனக்கு பிடிக்கும், மார்பில் சாயும் போது என்று வந்து என்னை தோடு நானும் கிட்டத்தட்ட 20 வருஷமா கேட்கிற ஒரு பாட்டு பாட 20க்கு கொள்ள திருப்பத்துல இருந்து கேட்டுட்டு பாடவே மாட்டேன். பாட மாட்டேன். மாமா நிறைய பாடுவார், எல்லா பாட்டும் இல்ல எனக்கு பாட வேணாம். நானும் உங்க அம்மா ഇവിടെ ഉണ്ട്. ഞാൻ എന്താ പ്ലാൻ ചെയ്തെന്നറിയാം. ഒരു അമ്മ വളരെ സ്നേഹത്തോടെ വിളിച്ച്, വാങ്ങമ്മ ഒരു 2 days ഇരുന്നിട്ട് പോക. அவங்கள அரெஸ்ட் பண்ணி வச்சிருக்காங்க. അതുകൊണ്ട് 2 ദിവസം വരുമ്പോൾ നേരെ ട്രെൻഡ്ஸுக்கு போங்க அப்படின்னு. ട്രെൻഡ്ஸுக்கு പ്ലാൻ ഇവർക്ക് சொல்லிட்டு ഫുൾ 1 മാസத்துக்கு ட்ரெஸ் മേടിച്ച് മമ്മിക്ക് മനസ്സിലായില്ല. அம்மாக்கு എന്തോ മാപ്പിള വാങ്ങി തരാറ്. ഇത് വാങ്ങിട്ട് ചെന്നൈ പോയിട്ട് പ്ലാൻ അതല്ല, இங்க வேணும், செப்பரேட்டா ரூம் கொடுத்தாச்சு, இங்க இருப்படம். அதெல்லாம் ஒரு சந்தோஷம் தான். ரொம்ப சந்தோஷம். ரொம்ப நல்லா. எங்க மதர் வந்து நல்ல கேரக்டர். ரொம்ப என்ன ரொம்ப டேக் கேர் பண்ணுவாங்க. எக்ஸ்ட்ராடினரி குக்கு. தமிழ் ஸ்டைல் ஃபுட் எல்லாம். தமிழ் ஃபுட்டு எல்லாம் தமிழ் ஸ்டைல். உங்களுக்கு எது பிடிக்கும்? தமிழ் ஸ்டைலா மலையாளம்? தமிழ் ஸ்டைல். தமிழ் ஸ்டைலா? சாம்பார் அந்த மாதிரி. எனக்கு அற்புதம் தோணுന്നുണ്ട്. மாமா நான் 1 minute தான் இங்க இருப்பேன் அப்படின்னா இங்க வந்து ஜோலியா இப்ப 4 minute ஆயிடுச்சு. இல்ல ஜோலியா இல்லையா? இது தான் வேண்டாம் இல்லையா? அது கரெக்ட் இருக்குதா? ஆனா அது டிவில பாக்கும்போது எனக்கு டிவி பார்க்க நல்ல சினிமா, மாமன் நடிச்ச சினிமா பாக்குங்க அந்த சமயத்துல. அதெல்லாம் பாக்குறோம். இல்ல வேற ஏதாவது நியூஸ் அந்த மாதிரி எல்லாம் போடுறாங்க இல்லையா? இதுல என்ன இவளை ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം. ഇപ്പൊ ഇവള് പാട്ട് ചോദിച്ചു, ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ പാടി. ഇപ്പൊ ഇത് കട്ട് பண்ணி ഫ്ലാഷ്ബാക്കിൽ ഞാൻ എന്തെങ്കിലും പാട്ട് പാടിയിട്ടുണ്ട്, அதை ட்ராலாட்டி இறக்கும், அதை எடுத்துடும். அது காணும்போது ரொம்ப ஒரு மாதிரி வருது. அதனால தான் நான் வேணா சொன்னேன். நான் சரி அண்ணா கூப்பிட்டீங்க அப்புறம் நமக்கு இல்ல இந்த இது சொல்லணுன்றதுக்காக தான் ஃபர்ஸ்ட் அப்படின்னு சொல்லி. இதான உங்க அண்ணன் தான் கண்டிப்பா. எனக்கு ജീവിതത്തിൽ ഞാൻ ചോദിച്ചിട്ട് 2 കാര്യം മാത്രമേ അവർ ചെയ്തിട്ടില്ല. ഒന്നും പാട്ട് പാടില്ല ഇതുവരെ. ഇന്ന് നമ്മൾ പാടി ഇതുവരെ ഇല്ല, പാടാൻ മാട്ടാം. പിന്നെ എന്താണ്? രണ്ടാമത് வந்து വാട്സാപ്പിൽ അവളുടെ സ്റ്റേറ്റസ് മാറ്റം சொன்னேன். മാറ്റം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒരേ പ്രാവശ്യം ചോദിച്ചു, നമ്മൾ ഫോട്ടോ ഇടലാമേ? ഇല്ല മാമ, நான் கேதார்நாத் போகணும், நான் என்ன போய் சிவனை போய் காணுவோ அன்னு நான் ഈ സ്റ്റേറ്റസ് മാറ്റി. അതാണ് എനിക്ക് പ്രണയം തോന്നിയത്. ഫസ്റ്റ് അട്രാക്ഷൻ. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ ദൈവൻ അവൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും വർഷം, എவ்வளோ வருஷம் വെച്ചിருக்கு? அது ஒரு 8-9 வருஷம். 8 வருஷம் வச்சு கேதார்நாத். இப்போ நாங்கள் அடுத்த பிளான் கேதார்நாத்துக்கு போகிறோம். கூட மாற்றல, இப்போ வரைக்கும் கூட മാറ്റല. അതാണ് യഥാർത്ഥ സ്നേഹം, ആത്മാർത്ഥയാണ്. അല്ല ഈ വ്യാജനാണ്, നമ്മൾ കല്യാണം പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് എടുത്തിട്ട്. അതല്ല, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഇവര്. അതുക്ക് മേൽ ഒരു മാറ്റമില്ല. അത് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞത് മനസ്സിലായില്ലേ? ആരാർക്ക് ജീവിതം കൊടുത്തത്? ഇവരാണ് എനിക്ക് തന്നത്. തീർച്ചയായിട്ടും ബാലയ്ക്ക് ഒരു ജീവിതം തരികയാണ് ചെയ്തത്. രണ്ടുപേരും അങ്ങോട്ട് ഒന്നും അല്ല,
அதுதான் சத்தியம். நாங்க இப்போ எங்க கடவுள் கிட்டே தான் இருக்கோம். பக்கத்துலயே இருக்காரு, எங்க கூட, நம்ம வீட்லயும் இருக்காரு. உங்களுக்கு எந்த ചെറുപ്പം മുതൽ താരെ ഉങ്ക മുറച്ചിറക്കൻ ഇല്ല உனக்கு பிரணயம் என்னக்கு தொடங்கிச்சு? பிரணயம் அதுதான் மாமாட்ட அண்ணு முதல்ல பிரணயம் இருக்கு. சின்ன வயசுல இருந்தே நான் மாமா கிட்ட இருந்து போவே மாட்டேன். மாமா வந்தா மாமா கூடவே தான் இருப்பேன். இல்ல மாமா, இல்ல மாமா, நானே ஒரு தடவை சொல்லியிருக்கேன். ஒரு நாள் நான் ஃப்ளைட்டுக்கு ஐயோ அது ஹைலைட். சின்ன ஒன்று ஃப்ரெண்டை பிடிச்சிட்டு எங்கனே காசை பிடிச்சி நேராக ஏர்போர்ட்டுக்கு வந்துட்டேன். மாமா கூட நான் வரணும். நான் உள்ள வரது, ஏய் அங்கெல்லாம் ஃப்ளைட்டில் வர முடியாது, டிக்கெட் எல்லாம் எடுக்கணும். அதெல்லாம் கிடையாது, நான் அகத்து வந்து பேசிக்கிறேன். நேராக செக்யூரிட்டிட்டு போயிட்டா. எனக்கு அப்போ அதெல்லாம் தெரியாது. வீட்டுக்கு கூட என்ன விடுங்க, போய் பேசியிருக்கா, என்ன விடுங்க, என் மாமா அகத்து இருக்காரு. நான் வந்து போய் லான்ச்சில் போயிருக்கேன். ஆல்ரெடி நான் லான்ச் எத்தி என்னட்டு அவ ஃப்ரெண்டு, அவள் ஒரு மண்டத்தி, அவளு போன வாங்கிச்சிட்டு அங்கிள் தான் ரொம்ப தகர்ந்துட்டேன். அங்கிள் வெளியில் தகர்ந்து போய் பாவையில் நான் மாமான்னு கூப்பிடுவேன். கொஞ்சம் அந்த போலீஸ் கிட்ட சொல்லி கொஞ்சம் ஏத்த சொல்லுங்க. அம்மா இது ஏர்போர்ட்டுமா, பஸ் இது ஆபீஸ் இல்ல. ஐயோ എന്നിട്ട് കണ്ടാ? இல்ல திருச்சி போறது, திரும்ப வந்துட்டேன். அதுக்கப்புறம் ஃபோன் பண்ணி பேசி அப்புறம் தான் அவருக்கு மனசிலாയി. நான் சொன்னேன் கொச்சின் நான் போகணுண்டு, அந்த டைம் நோட் பண்ணி எப்படியோ வந்துட்டா. அന്ന് முதல்ல உங்களுக்கு மாமா இஷ்டமா பிரணயிச்சிருக்காங்க உங்க சொல்ல? இல்ல അങ്ങനെ இல்ல, என்ன ഇഷ്ടാണ്. ബട്ട് ഒരു കല്യാണ ജീവിതം, കുടുംബ ജീവിതം அந்த രീതിയിൽ ഞാൻ കണ്ടില്ല. പിന്നീട് എൻ്റെ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഞാൻ சொன்னேன், അമ്മ എനിക്ക് எப்படி அது നമുക്കത് ഇല്ലടാ, ചില പേരെ നമ്മൾ കണ്ട് ജീവിതം ജീവിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നിന്റെ അച്ഛനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമാണോ ചോദിച്ചത്. അമ്മ ചോദിച്ചാ? എല്ലാവർക്കും അങ്ങനെയാ, ആദ്യം എനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്നുണ്ട്. അച്ഛൻ എന്നെ മരിച്ചു, അന്നേ ഞാനും മരിച്ചു. അത്ര സ്നേഹം എനിക്ക്, നിനക്കത് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെട്ട ശേഷം നിങ്ങൾ ഒന്നിച്ചാൽ മതി. എനിക്കും ഒരു 3 മാസം സമയം എടുത്തു ബോധ്യപ്പെടാൻ. ആ ഒരു തീരുമാനം നമ്മളെ കല്യാണം വേണ്ട എന്ന് വെച്ചിട്ട് പിന്നെ ഒരു 3 മാസം ടൈം ഉണ്ടായിരുന്നല്ലോ ബാലയ്ക്ക്. ഇത് എനിക്ക് ആക്ച്വലി വന്നത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പറയില്ല, എന്നാ അമ്മക്ക് ഏജ്ഡ്. എപ്പോൾ വിളിച്ചാലും സുഖം സൂപ്പർന്ന് சொல்லி എന്തെങ്കിലും காமெடி പറഞ്ഞ് പാട്ട് പാടി കള്ളത്തനം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. மாமா எப்போ எத்தனை கஷ்டம் இருந்தாலும் யாருக்கிட்டையும், அம்மான்னு இல்லை எல்லார்கிட்டையும் அது காமிக்கவே மாட்டார். ஆனால் உள்ள அவ்வளோ பெயின் இருக்கும், ஆனால் வெளியில் தெரியவே தெரியாது சுத்தமாக. എന്നിട്ട് அப்போ வந்து ஒரு 10 days அன்னைக்கு தான் என் அம்மா எனக்கு திருச்சி கிட்டியது போல. எனக்கு என்னன்னா மாமாவை பார்க்கும்போது சார் வெயின் கிடைக்கல, வெயின் கிடைக்க மாட்டேங்குது. இங்க குத்துறாங்க இங்க குத்துறாங்க, ரெண்டு கையும் கிடைக்கல, குத்திட்டு இந்த விரல்ல இங்க இல்ல இங்க ரெண்டு கையிலயும் ஃபுல்லு போட்டு அப்படியே ஃபுல்லு பிளட்டா இருக்கு கையெல்லாம். அதுதான் தாய்மை. இப்போ 2 கையிலையும் குத்திட்டு ஃபுல்லாக மெடிசின்ஸ் வந்துட்டு இருக்கு. எங்கே மூத்திரம் வைக்கும். அப்போ എന്ത് മാത്രമേ നമ്മൾ ഒരു അമ്മയെ പോലെ നോക്കണം. അപ്പോൾ தான் എനിക്ക് മനസ്സിലായി, സാർ ജീവിതത്തിൽ സ്നേഹം മാത്രമേ ജയിക്കുള്ളൂ. സ്നേഹിച്ച് ജീവിച്ച് മരിച്ചിട്ട് പോയാൽ മതി. ഇത് അങ്ങനെ വിശ്വസിക്കുന്നല്ല. ഞാൻ ദ്രോഹി അല്ല. എനിക്കും ഒരു സ്റ്റോറി ഉണ്ട്. അത് പറയാതെ റീസൺ മറ്റവരുടെ ലൈഫ് നാശമായി പോവും. ഞാൻ ദ്രോഹി അല്ല. അവർ நல்லா இருக்கணும்னு പ്രാർത്ഥിക്കുന്നല്ല, ആരായാലും ശരി. എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ബാല അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ ബാല പറഞ്ഞ കാര്യങ്ങൾ അന്നൊന്നും ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? അന്നൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് നോക്കാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് പറയുന്നത്, ബാല പറയുന്നത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ടൈം അല്ല, അത് കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ്. ഓ, അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 1 തീയതിയിലിருந்து 10 തീയതി വരെ അമൃത ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. அந்த ஒரு மாசம் ஃபுல்லாவே ரொம்ப ஹெல்த் வந்து அதுக்கும் ஒரு காரணம் இருக்கு.
அது எதுவுமே என்னால் எக்ஸ்போஸ் பண்ண முடியாது. சொல்ல மாட்டேன், അങ്ങനെ ஒரு அவஸ்தை. நிறைய இருக்கு, எனக்கு தெரியும். ஆனால் ஒன்று പറയാം മാമക്ക് പറയാം ഉങ്ക മനസ്സിലതാണ് ഇருக்கு. ஆமாம், ஹாஸ்பிட்டலுக்கும் தெரியும். അവരെല്ലാം ട്രീറ്റ് ചെയ്തത്. ഈ 3 മാസത്തെ ഒരു തീരുമാനമാണല്ലോ കല്യാണം കഴിക്കാമെന്നൊരു തീരുമാനം ഉറപ്പിച്ചു. അപ്പം എന്തായാലും ബാല പറഞ്ഞല്ലോ ഞാൻ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, നമുക്കിനി ഒരുമിച്ച് ജീവിക്കാമെന്ന് ബാല പറഞ്ഞപ്പോൾ എപ്പിടി ഇരുന്നു ഉങ്ക എക്സ്പ്രഷൻ എന്താ? நான் அப்படி சொல்லவே இல்லை. ഇല്ലേ, ആര് சொன்னது? நான் அப்படி பண்ணவே இல்லை. இல்லை அப்படி பண்ணல. ஒரு நாள் அன்றைக்கி வந்து கடையெல்லாம் அடைச்சிருந்து நேராக கருகப்பள்ளி போயிடும். அண்ணன் എൻ്റെ മനസ്സിൽ തീരുമാനിച്ച് നേരെ പോയി ഒരു ഗോൾഡ് ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഒരു ചെയിൻ മേടിച്ച്, കുഞ്ഞ് താലി മേടിച്ച്, 2 കമ്മൽ മേടിച്ച് നേരെ വീട്ടിൽ വന്ന് ഞാൻ ഇട്ടു. വീട്ടിൽ വെച്ച് സാക്ഷിക്ക് ഒരാൾ, ഒരു ബ്രദർ മാറി ഒരാൾ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എൻ്റെ ഒരു അവരെ വിളിച്ചിരുന്നു. എൻ മനസ്സിൽ അതുதான். പിന്നെ ജാതകപ്രകാരം ക്ഷേത്രത്തിൽ വെച്ചാണ് ശേഷത്തിൽ ശാസ്ത്രപ്രകാരം ചെയ്തു. അപ്പോൾ ഒരു സർപ്രൈസ് ആയിരുന്നു അല്ലേ? ഇല്ല, അവൾക്ക് சொல்லலையே. അതാ പുറത്തു പോയി വരുന്നു, താലി വാങ്ങുന്നു, വീട്ടിൽ വന്ന് കെട്ടുന്നു. எனக்கும் அது சர்ப்ரைஸாக இருந்தது. அப்புறம் தான் மாமா சொன்னார். അമ്പലത്തിൽ അതിനുശേഷം 6 മാസം കഴിഞ്ഞ് അമ്പലത്തിൽ ചെയ്യുമ്പോൾ തന്നെ പറയുന്നത്. അന്ന് 6 മാസത്തിന് ശേഷം ക്ഷേത്രത്തിലാണ് വെക്കുന്നത്. അതിനു മുമ്പ് വീട്ടിൽ വെച്ച് താലി കാർത്തി അന്ന് മുതൽ ഭാര്യ ഭർത്താക്കളായിട്ട് ജീവിക്കുന്നു. അവ ചിന്ന വയസ്സിലേരുந்தே തീരുമാനിച്ചിട്ടാണ്. അതെ 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 അതെ, ഞാൻ തീരുമാനിച്ചിരിക്കും ഒരു വർഷം. അല്ല അതാണ്, അല്ല ഞാൻ ചോദിച്ചത് അതാണ് ബാല. 6 മാസത്തിന് ശേഷമാണ് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം ഔദ്യോഗികമായി നടക്കുന്നത്. അതിനു മുമ്പ് 6 മാസം മുമ്പ് നിങ്ങൾ വിവാഹം കഴിഞ്ഞു. അന്നും ബാല പറഞ്ഞ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് വന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആരും വരരുത്, ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ, ഞാൻ ആർക്കും ഒരു ബാധ്യതയാകില്ല, ഞാൻ ആരെയും കുറിച്ച് ഒന്നും പറയില്ല എന്ന് പറഞ്ഞ ബാല ഇന്ന് വരെ ആരെയും കുറിച്ച് കുറ്റം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങ എറണാകുളத்துல இங்க வந்திருக்கீங்க, எப்படி இருக்கு? இங்கே ரொம்ப நல்லா இருக்கு, நிம்மதியா இருக்கும், சந்தோஷமா இருக்கும். நிறைய கோயில் போறோம், சர்ச் போறோம். நேத்து கூட சர்ச் போயிட்டு வந்தோம். பைக்கிங், பைக் அதான் சைக்கிள் பைக் இருக்கு, டூடல். அதுல யாத்திரை, அதுல மாமா ஓட்டுவாரு. ஈவினிங் ஒரு 5 o'clock ஃபுல்லா ஒரு ரவுண்டு போயிட்டு அப்படியே வருவோம். அப்படி வருவாங்க. இங்கே நிறைய இடம் இருக்குது சார். இப்போ நேராக போய் ஈவினிங் ஆச்சு തൊട്ടടുത്ത് തന്നെ ഈഡൻ ഗാർഡൻസ് പോലെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. அங்க போயிட்டு கிரிக்கெட்லாம் விளையாடுவார். அது கூட இப்போ நல்ல இதுவாச்சு, ட்ரெண்டிங் ஆச்சு அந்த வீடியோ. ഞാൻ പോയി ചുമ്മാ കളിക്കാൻ പോയി, ഒരു പയ്യൻ അത് വീഡിയോ എടുത്തിട്ട് അത് ഭയങ്കര ട്രെൻഡിങ് ആയി. ഞാൻ അറിഞ്ഞില്ല വീഡിയോ എടുത്തത്, ഭയങ്കര ട്രെൻഡിങ് ആയി. അത് ഭയങ്കര ആളുകൾ ഇഷ്ടംപോലെ ഏറ്റെടുത്ത്. இல்லை நம்ம இந்த பூமியை நம்ம ப்ரொமோட் பண்ண போகிறோம். நான் ഇവിടെ വന്ന ശേഷമേ കുറേ இப்போ நீங்கள் போக நேரத்தை அது ஒன்று நோக்கணும். ஆமாம், இந்த வீடும் சரி, இங்கே இருக்கிற എല്ലാ പ്രോജക്റ്റും സാലുക്യ ജാർജ്, സാലുചേട്ടൻ തന്നെ ചെയ്യുന്നത്. സാലുക്യ ജാർജ് എന്ന് പറയുന്നത് ലെജൻഡറി ആർട്ട് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു പടം അടുത്ത വർഷം ഡയറക്ഷനിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത വർഷം ഉണ്ടാവും, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിനെ വിളിക്കാം, സംസാരിക്കാം. തീർച്ചയായിട്ടും വിളിക്കണം. പോകാൻ നേരത്തെ ഇங்கே ഒരു സ്കൂള് ഞാൻ വരുന്ന വഴിക്ക് കണ്ടിരുന്നു. അവിടെ സ്കൂള് റീകൺസ്ട്രക്റ്റഡ്, അതായത് ആൾറെഡി ഉണ്ടായിരുന്ന സ്കൂള് നമ്മൾ നന്നാക്കി എടുത്തതാണ്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ നിങ്ങൾ அந்த വിഷ്വൽ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് അപ്പോൾ തന്നെ പിള്ളേർ കയറി പഠിക്കും. ഈ ബാല ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? കണ്ടിട്ടില്ല, ആളുകൾ വരുമ്പോൾ ഒത്തിരി ഒരു ലിമിറ്റ് ഇല്ല. നമുക്ക് ജീവിതത്തിൽ ഒരു ലിമിറ്റ് വേണ്ടേ? இல்லை, டெய்லி வருவாங்க. இப்போ வருவாங்க, இனிமேல் தான் வருவாங்க பாருங்க. மதியம் சாயந்தரம் எல்லாம் வருவாங்க. ஆனால் கண்டிப்பாக வரவங்க யாரும் இல்லைன்னு சொல்லி இது வரைக்கும் அனுப்புனதே கிடையாது. யாராக இருந்தாலும் கண்டிப்பாக என்ன இது கேட்டுட்டு எங்களால் மாமா என்ன தோணுதோ அது பண்ணுவார். நமக்கும் பணம் வேண்டே? எல்லாம் இப்படி ஆனால் மாமா அது சார் அந்த மனசு தான் சார் என் ஒய்ஃபான. அது பார்க்க மாட்டேன். இப்போ ஒரு ഭാര്യன்றവൻ ഏത് കുടുംബത്തിലായാലും ഭർത്താവ് ഇങ്ങനെ എടുത്തു കൊടുത്താൽ ഏത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല. അതാ ഞാൻ ചോദിച്ചത്. ഇഷ്ടപ്പെടില്ല. പക്ഷേ ഞാൻ ചെറുപ്പത്തിലിருந்து ഇവളുടെ 3 വയസ്സിലിருந்து ഞാൻ പറഞ്ഞ് വളർത്തിയതാണ്. நான் வளர்த்தியதான் இல்லை கொடுக்கணும். ஆமா, என்கிட்டே சொல்லுவாரு, நீ வளர்ந்து வரும்போது நீயும் வந்து எல்லாருக்கும் கொடுக்கணும், எல்லாம் பண்ணணும். അവിടെ ചെന്നൈയിൽ ഞാൻ ചെയ്ത എല്ലാ ചാരിറ്റി വർക്കും ഇവരുടെ ബ്രദർ സൂര്യ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. அந்த ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ വളർത്തിയത്.
அது ரத்தத்தில் இருக்கு. ഇപ്പോൾ ഈ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു പോയതാണ് ബാല അല്ലേ? ആ പഠിത്തത്തിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായാണ് ഇപ്പം ഈ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. കുറ്റങ്ങൾ പറയും ആളുകൾ, നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്യില്ലേ? രാത്രി കിടക്കുമ്പോൾ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ സമാധാനിപ്പിക്കാറുണ്ടോ? അത് ബാലേനെയാണോ സമാധാനിപ്പിക്കുന്നത്? എപ്പോൾ ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്ന് അറിയാം, എൻ കഷ്ടം ഞാൻ അവളുടെ അടുത്ത് പറയില്ല, അവൾ കഷ്ടം എൻ്റെ അടുത്ത് പറയില്ല. எந்த காயமான போதும் என் மேனி தாங்கிக் கொள்ளும் மாயம் என்ன பொன்மானி சிந்தேனே, எந்தன் சோகம் உன்னை தாக்கும் என்றென்று போது வந்த அழுகை நின்றது. இது மனிதர் உணர்ந்து கொள்ள, இது மனித காதல் அல்ல, இது அதையும் தாண்டி புனிதமானது. இந்த பாட்டு கூட பிடிக்கும். ഇതും പിടിക്കും. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா? தெரியுமா? தெரியும். சரி போதும், உள்ள போ. தெரியுமா? இனி எதுவுமே எங்களையும் எங்கள் ஃபேமிலியில் இருக்க எந்த இதுவும் போட்டு எங்களை கஷ்டப்படுத்தாதீங்க, அது மட்டும்தான் நான் கேட்டுக்கிறேன். மற்றபடி வேறு எதுவுமே இல்லை. நன்றி. ഒന്നും കൂടെ പറഞ്ഞതാണ് പ്രഷർ കേൾക്കാൻ വേണ്ടി. ரைட்டா, നന്നായിട്ട് സംസാരിച്ചു വൈഫ്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും നേരം സംസാരിക്കും. சார் நேற்று இന്നലെല്ലാം ஒரு ட்ராமாவில் இருந்தோம், பயங்கர ட்ராமாவில். என் ஏஜ் என்ன உங்கள் ஏஜ் என்ன, அது என்ன சின்ன பொண்ணு, இப்படிலாம் பண்ணலாமா? நானே ரிக்வெஸ்ட் பண்ணி கேட்குறேன். இதெல்லாம் வளர மோசமாயிட்டுள்ள சீப் பருவாடிയാണ്, ரொம்ப சீப்னஸ் ഇത്. അയ്യയ്യേ ഛൈ, മനുഷ്യന് ഇത്രയും താഴ്ന്നു പോകാൻ പാടില്ല. കുറച്ചെങ്കിലും പൈസയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇത് എനിക്കിപ്പോൾ ദേഷ്യം ആക്ച്വലി അന്ന് ഞാൻ ദേഷ്യപ്പെട്ട സംസാരിച്ചത്. പക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ട്. ഇത്രയും താഴ്ന്നു പോകരുത് ജീവിതത്തിൽ. കാശിന് വേണ്ടിയല്ല എല്ലാം. നമ്മൾ പോസിറ്റീവ് ഏതാ പേശും. ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടും വീണ്ടും ബാല ഇപ്പം എനിക്ക് ഇൻ്റർവ്യൂ തരുന്നു അല്ലേ, ബാല തരുന്നു, നമ്മളോട്ട് ബന്ധങ്ങൾ വെച്ച് നമുക്ക് മൊത്തം വേണ്ട എന്ന് വെക്കേണ്ട ഒരു നിലയിലേക്കും ഇനി ഇവരൊന്നും വേണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഉറക്കത്തില്ല. അതെ 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 നിങ്ങൾ തന്നെ എൻ്റെ പാട് ഞാൻ എന്താണ് കണ്ടു. இதான் மனுஷனை ஸ்நேகிக்கிறேன். இப்போ நீங்கள் இல்லை போங்க, இப்போ இந்த தம்பி வந்திருக்காங்க, அவங்க எல்லாம் தமிழ்நாடு, ഇത്രയും ദൂരത്തിലേന്ന് വന്നിട്ട് എനിക്ക് ഒരു നിമിഷം പറയാമായിരുന്നു മൂഡ് ശരിയില്ല, അതെ അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ யாரையுமே அப்செட் ചെയ്യാനോ, எனக்கு மேக்ஸிமம் நான் ஜீவிச்சிருக்கேன் எல்லாத்தையும் கொடுத்துட்டு போகணும்னு ஆகிரகிக்கிறேன். இதுதான் എൻ്റെ ஆட்டிடியூட். என்ன சம்பவிச்சாலும் எனக்கு நீங்களும் தெய்வம்தான், இவனும் தெய்வம்தான். மனுஷனை ஸ்நேகிக்குங்க. மனுஷன்தான் பெரிய தெய்வம். நானும் நீ அந்த ரெஸ்பெக்ட் நம்ம ரெண்டு பேருக்கு இருந்தால் தப்பே நடக்காது சார் இந்த பூமியில். ഞാൻ നേരത്തെ വൈഫ് ഇരുന്നപ്പം ചോദിച്ച ചോദ്യം അത് കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞാൽ ആ ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ചോദിക്കും. ബാല ഈ വിഷയങ്ങളുണ്ടായിട്ട് ഈ വീണ്ടും ബാലയെ ഉപദ്രവിക്കുന്നു. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് കുറേ വിഷയങ്ങളുണ്ടായി. ബാലനെ ബാല എല്ലാം വിട്ട് വീണ്ടും ബാലനെ ഉപദ്രവിക്കുന്നു. അതെന്താണ് അങ്ങനെ ബാല ഇങ്ങനെ പിന്തുടർന്ന് ആളുകൾ ഉപദ്രവിക്കുന്നു? ബാല ക്യാഷ്. ഇത് ഇന്നല്ല തുടങ്ങിയത്, വർഷങ്ങളായിട്ട്. ഇപ്പം ഇത് കല്യാണശേഷം കുറച്ച് കൂടുതലായി. അതിനാ സ്വത്ത് അവർക്ക് പോകും. അത് അങ്ങനെയല്ല ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവർക്കും പണമാണ് ആവശ്യം, ബാലയല്ല. എല്ലാവരെയും പറയാൻ പറ്റില്ല, എല്ലാവരെയും പറയാൻ പറ്റില്ല. അങ്ങനെയാണ്, എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് சார் 100ல் ஒரு 80% இருந்தாலும் அந்த 80 പേരും കൂട്ടുകൂടി എന്നെ അടിക്കില്ലേ. പക്ഷേ ബാക്കിയുള്ള 20 പേരുടെ ബലം എന്താണെന്ന് അവർക്ക് അറിയില്ല, അറിഞ്ഞോടാ. இந்த 20 പേരെയും വേണ്ടാം എന്ന് പറഞ്ഞിരിക്കുക. ഇറങ്ങി അടിക്കാൻ തുടങ്ങിയാൽ അത് വേറെ ലെവലായിരിക്കും. വേണ്ടാന്ന് വെച്ചിരിക്കുക. என் மாமா பொண்ணு തന്നെ എൻ്റെ ഭാര്യയെ പറഞ്ഞത്, நாம் 99 பேருக்கு நன்மை பண்ணுறீங்க, ஒரு ஆளுக்கு சிக்ஷை கொடுத்துட்டீங்க, அப்போ அந்த கர்ம போயிடும்ல. அது ஏது லோகத்தை நியாயமாமான்னு. ஒரு சின்ன பொண்ணு இவளுக்கு இத்தனை அறிவு இருக்குது, எனக்கு அது ஸ்ட்ரைக் ஆகல. அதோட நான் இனிமே இல்லை.
എതിനെയും ഞാൻ പ്രതികരിക്കുന്നില്ല. അല്ല, പ്രതികരിക്കാത്തത് ഒരു പരിധി എന്നുള്ളതാണ്. എനിക്ക് ബാലയോടുള്ള റെസ്പെക്റ്റ് ഇന്നും അന്നും ഉള്ളത്. ബാലയും എലിസബത്തുമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് അതിൻ്റെ ബാലയുടെ ഇൻ്റർവ്യൂടും ബാല പറഞ്ഞ എലിസബത്തിനെ കുറിച്ച് പറഞ്ഞ വാക്ക് എനിക്കിന്നും എനിക്കിന്നും മനസ്സിൽ നിൽക്കുകയാണ്. അത്ര സിമ്പിളായിട്ട് ബാല പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എലിസബത്തും ബാലയെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഉപദ്രവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു വിശ്വാസമാണ്. അങ്ങനെയല്ലേ ബാല? അവർ നല്ലായിരിക്കട്ടെ. അവരെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഇപ്പം പാടില്ല. ഞാൻ വേറെ ഒരു ലൈഫ് തീർച്ചയായിട്ടും പേസിന തിരുപ്പി இந்த ഇൻ്റർവ്യൂ വരുമ്പോൾ ഇവർക്കും ഒന്നും നല്ല ഇരിക്കട്ടെ എലിസബത്ത്. അത് തന്നെയാണ് എനിക്ക് നല്ലതായിരിക്കണം. അങ്ങനെ ആയിരിക്കണം, സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ മാറി അല്ലേ, നമ്മൾ നല്ലൊരു കുടുംബ ജീവിതമായിട്ട് പോകുന്നു. അവിടെ ഒന്നും ഒരു പ്രശ്നം പോലും ഒരു പോറ് പോലും ഇല്ലാത്ത നിർത്തിയിരിക്കുന്ന ഒരു സ്ത്രീയാണ് എലിസബത്ത് എന്ന് ഞാൻ കണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. വൈക്കത്ത് വന്നു അല്ലേ, പെട്ടെന്ന് സുപ്രഭാതത്തിൽ കൊച്ചി വിടുന്നു എന്നാണ് വാർത്ത വന്നത്. എങ്ങോട്ടാന്ന് ആർക്കും അറിയില്ല, എല്ലാവരും തേടുവാണ് എവിടെയാണ്, ചെന്നൈക്ക് പോയി എന്നൊക്കെയാണ് വാർത്ത വന്നത്. പെട്ടെന്നാണ് ഒരു തീരുമാനം എടുക്കുന്നത്, ഞാൻ അവിടെ നിന്ന് മാറാം. ആ തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അന്ന് ഈ വാർത്തകളൊന്നും വന്നില്ല, ശരി, മനസ്സിലുണ്ടായിരുന്നു. ഇത് എല്ലാമേ വിധി സാർ, ഇതെല്ലാം ഞാൻ തീരുമാനിക്കുന്നതല്ല. ദൈവം എനിക്ക് ഒരു റൂട്ട് കൊടുത്തു, ഞാനത് സമ്മതിച്ചു, അത്രേ ഉള്ളൂ. நல்லா இருக்கு. நம்ம மனுஷனோட ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാം, ദൈവം എപ്പോഴുമേ நம்ம ചെവിയിൽ വന്ന് സംസാരിക്കും, നമ്മളെ കേൾക്കാത്തത്. നമ്മൾ എന്ന് കേൾക്കാൻ തുടങ്ങുവോ അന്ന് ജീവിതം മാറും. இதுதான் லைஃப். இது തിരിച്ചറിഞ്ഞു ഞാൻ. வைக்கம் வரணுங்கிறது என் டெசிஷன் அல்ல. நான் இந்த பூமி மேடிக்கணும், இங்கே சாலு ചേട്ടനെ வந்து വർഷങ്ങൾ, അതായത് പുതിയ മുഖംங்கிற ഒരു പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം സാലു ചേട്ടൻ ചെയ്തതാ. പക്ഷെ വർഷങ്ങളായിട്ട് ദീപൻ ചേട്ടനല്ലേ ഡയറക്ടർ, ദീപൻ മരിച്ചുപോയ ശേഷം ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല. അവസാനം ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാണ്, റിണയിൽ. പിന്നെ ദൈവം തന്നെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്ക് തന്നു, എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു തന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് എനിക്ക് ഒരു ഹൗസ് അല്ല, ഹോം ക്രിയേറ്റ് ചെയ്തിരിക്കുക. കുറേ വിശേഷങ്ങളുണ്ട്, പുള്ളി വിളിക്കാം. അപ്പോൾ സാലിച്ചേട്ടനെ വിളിച്ചാലോ? വിളിക്കാം. അപ്പോൾ സാലിച്ചേട്ടനെ നമുക്ക് വിളിക്കാം. അല്ല വേണ്ട. സാലിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ എനിക്ക് സാലിച്ചേട്ടനോട് നല്ല ആത്മബന്ധമുള്ള ആളാണ്. ഞാൻ അന്ന് വിളിച്ചപ്പം സാലുവേട്ടനാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് അപ്പം തന്നെ ഫോൺ കൊടുത്ത് സംസാരിച്ചല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ പല സിനിമകളിലും ഞാൻ കണ്ടിരിക്കുന്നു. ഞാനൊക്കെ ഇന്ത്യ വിഷൻ കാലം തൊട്ട് ജോലി ചെയ്യുമ്പോൾ ലൊക്കേഷനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമ എഴുതി കാണിക്കുന്ന പേരാണ് സാലു ജോർജ്, ആർട്ട് ഡയറക്ടർ. അദ്ദേഹമാണ് ഇവിടെ ഈ മനോഹരമായ വീടും എല്ലാം ഔട്ട് ഹൗസും. സാലിച്ചേട്ടാ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അല്ല, സാലു കെ ജോർജ് എൻ്റെ പേര് സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം. പിന്നെ മമ്മൂട്ടി സാർ, മോഹൻലാൽ സാർ, ജയറാം സാർ, പൃഥ്വിരാജ്, ഞാൻ എല്ലാവരും കൂടിയും വർക്ക് ചെയ്തു. അതെ അതെ അതെ. പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ ഒരു 160 പടത്തിന് മേലിൽ ഈ ആർട്ട് ഡയറക്ഷൻ ചെയ്ത ഒരുത്തരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ക്രിയേഷൻ. അതെ, ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് ഒരു വീട്, ഇറ്റ് ഈസ് എ ക്രിയേഷൻ. ക്രിയേറ്റ് பண்ணியிருக்கோம். ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്, ഒരു ആർട്ട് വർക്ക് മാതിരി ഞങ്ങൾ பார்க்குறோம். അതെ അതെ അതെ. തീർച്ചയായിട്ട് ഷൂട്ടിങ്ങും സ്റ്റാർട്ടാവും, അതിനുള്ള വർക്കും നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടല്ലോ, കണ്ടു. ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള പർപ്പസിനും ചെയ്യുന്നുണ്ട്. ജനുവരി എൻഡിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ പ്ലാൻ. സാലിച്ചേട്ടാ ഒന്നുമില്ല, ഒരു ദിവസം അണ്ണൻ എന്നെ വിളിച്ചു, എന്നവരെ പറഞ്ഞു ഇന്നപോലെ നമുക്കൊരു വൈക്കത്തൊരു വാട്ടർ ഫ്രണ്ട് ഒരു സ്ഥലം എടുക്കണം, എൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്, നമുക്ക് അവിടെ ഒരു വീട് കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അണ്ണൻ ഈ സ്ഥലം എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടെ ഉണ്ട്. അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ല, മനോഹരമായിട്ടുണ്ട്. പോവാ. ഇതിപ്പോൾ എത്ര നാളായി? ഇതിപ്പോൾ 3 മാസം കൊണ്ടാണ്. 3 മാസം കൊണ്ടാണ് ഇത്? അതെ അതെ, 3 മാസം. നല്ല സ്പീഡിൽ ഫാസ്റ്റായിട്ട് പോകുന്നു. അതെ അതെ അതെ. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഈ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ അതിപ്പോൾ മാറ്റി ജനുവരി ലാസ്റ്റിലേക്ക് ആക്കി. അതുകൊണ്ട് ഒന്ന് ഫാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം. ഇനിയിപ്പോൾ ഒരു സിനിമ ഡയറക്ഷനിലേക്ക് ഇപ്പോൾ പറഞ്ഞു. ഉണ്ട്. എന്താണേലും നമ്മുടെ ജനുവരിയിലേക്ക് എന്താണേലും എൻ്റെ പ്രോജക്റ്റ് കാണും. ഞാൻ ആദ്യം ഒരു തമിഴായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, അതിപ്പം കുറച്ച് നീളാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ വർഷം മലയാളം ഒരെണ്ണമുണ്ട്. അണ്ണനയിലൊരു നല്ലൊരു
ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതല്ലേ ആ. വീണ്ടും ഒന്നിച്ച് ഒരു യാത്ര. അതെ അതെ, യാത്ര. അതിനു മുമ്പ് വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് ഒരു അവിടെ. ചാൻസ് കൊടുത്തേക്കെന്നാ പുള്ളിക്ക്. ഓക്കെ, പുള്ളി എന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ബാഡ് ബോയ്സ്. എപ്പോഴും നമ്മുടെ കൂടെ കാണുമല്ലോ അല്ലേ? പിന്നെ നമ്മുടെ പടം തുടങ്ങിയാൽ നമ്മുടെ കൂടെ കാണും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് തമിഴിലേക്ക് പോകുന്നു. ആ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇല്ല, തമിഴിലേക്ക്. എന്താണെന്നറിയോ, ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുക. കാരണം ഇത് കഴിഞ്ഞാൽ നമ്മുടെ അരുണാചലം സ്റ്റുഡിയോസ് അതിന് കംപ്ലീറ്റ് വർക്ക് ഇദ്ദേഹമാണ് ചെയ്യുന്നത്. ചെന്നൈയിലുള്ള പ്രോപ്പർട്ടിയും ശരി, പിന്നെ ഒരു ടൂറിസം പ്രോപ്പർട്ടി எல்லாமே அண்ணனா ചെയ്യുന്നത്. സോ ഇതിനിടയ്ക്ക് ഞാൻ ഡയറക്ഷനൊക്കെ വിട്ടിട്ട് ഞാൻ എங்கே പോകും? അല്ല, അതിന്റെ ഡിസൈനിങ് ഒക്കെ നടക്കുന്നു. അതായത് ടൂറിസത്തിന് അത് വലിയ പ്രോജക്റ്റാണ്. അത് ഡിസൈനിങ് നടക്കുന്നു. ഇനിയിപ്പോൾ ജനുവരി 1 നമ്മളെ സ്റ്റുഡിയോയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എറണാകുളം സ്റ്റുഡിയോ ചെയ്യും. ഇനി ഒരു സിനിമയിൽ ആർട്ട് ഡയറക്ടർ ആയിട്ട് പോകാൻ തീരുമാനിക്കുന്നു? ഇല്ല, തീരുമാനമില്ല. ഇനി ചെയ്ത് കഴിഞ്ഞു സിനിമയിൽ നമ്മൾ. ചെയ്യുവാണ്. എനിക്ക് അറിയാം ഒരു വലിയ ഡയറക്ടർ, പേര് പറയുന്നില്ല, ഡയറക്ടർ വിളിച്ചിരുന്നു. പറയണെങ്കിൽ പറയാം. ആ, പറയാമല്ലോ. സുഖീത് അല്ലേ? ആ, ഇത് വിളിച്ചിരുന്നു. പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞു. ഈ സാലിച്ചേട്ടൻ ചെയ്ത സിനിമകൾ 19 സിനിമ ഏറ്റവും റിസ്ക് ഉണ്ടായിരുന്ന സിനിമ ഏതായിരുന്നു? ആർട്ടിൽ ഏറ്റവും റിസ്ക് ഒരുപാട് പടത്തിലുണ്ടായിരുന്നു. തുർപ്പൂലാനൊക്കെ റീക്രിയേറ്റ് ചെയ്തല്ലോ, ഹോട്ടല് വലിയ സെറ്റായിരുന്നു അന്നത്തെ. ദ്രോണ, ദ്രോണയുടെ വലിയ സെറ്റായിരുന്നു. ദ്രോണ പടം വിജയിക്കാഞ്ഞോണ്ട് വലിയ സെറ്റ്. ഭയങ്കര ആ സെറ്റ് കണ്ട് മമ്മൂക്ക എന്നെ വിളിച്ചിട്ട്, അവനെ വിളിക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ച് മമ്മൂക്ക ആദ്യം എനിക്ക് ഇന്നും ഓർമ്മ. ഞാൻ ആദ്യം സെറ്റിലേക്ക് പോയി. മമ്മൂക്ക വരണ മുമ്പ് നമ്മൾ എത്തണല്ലോ. മമ്മൂക്ക നേരെ വന്നിട്ട് ഇങ്ങനെ കണ്ടു, ഇത് ശരിക്കും വരിക്കാശ്ശേരി മനയാണോ? ചേച്ചി ഉണ്ടായിരുന്നു കൂടെ, രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇത് ശാലു എവിടെ വിളിക്ക്, ഈ സ്ഥലത്തെ മാറ്റിട്ട. അങ്ങനെയാണ് ചെയ്തത്. ദ്രോണ വലിയ വർക്ക്. പിന്നെ തുർപ്പുലാന്റെ വലിയ വർക്കായിരുന്നു. പക്ഷെ അത് ആർക്കും അറിയില്ല, സെറ്റാന്ന് അറിയില്ലായിരുന്നു. അതെ, ഹൈവേ വരെ ഇതായിരിക്കുമല്ലായിരുന്നു, സെറ്റല്ലായിരുന്നു. ഫ്രണ്ടിലുള്ള റോഡ്, ഹൈവേ കിലോമീറ്ററുകളോളം നമ്മൾ ടാർ ചെയ്ത് 2 സൈഡും കടകള്, ഹോട്ടല്. ഇന്നത്തെ വലിയ വർക്കായിരുന്നു. പിന്നെ കുറെ പടങ്ങളുണ്ട്. എത്രയോ പടങ്ങളാ. പിന്നെ ലാലേട്ടന്റെ പടങ്ങള് ചെയ്തേക്കണ. ലാലേട്ടന്റെ മാമ്പഴക്കാലം തൊട്ട് ഇങ്ങോട്ട് ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് ബിയോണ്ട് ദ ബോർഡർ ആയിരുന്നു. അതെ, രവിചേട്ടന്റെ പടമായിരുന്നു ലാസ്റ്റ് ചെയ്തത്. എല്ലാവരും സിനിമ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഉണ്ട്. ആ കാലഘട്ടം തൊട്ട് അല്ലേ? എല്ലാ ഡയറക്ടേഴ്സിന്റെ ഉണ്ട്. അങ്ങനെ എത്ര പ്രോജക്റ്റുകൾ അല്ലേ? അതെ. ഇപ്പം അതിൽ നിന്നൊക്കെ മാറി വേറെ ഇപ്പൊ പേഴ്സണലായിട്ട് ഇപ്പൊ ബാലയുടെ കുറെ ഇത് വർക്കുന്നു. ഞാൻ വരുന്ന വഴിക്ക് സ്കൂള് കണ്ടിരുന്നു. അവിടെ വരുന്ന തന്നെ ചുവർ ചിത്രങ്ങളാണ് ഏറ്റവും മനോഹരമായി. വരുമ്പോൾ തന്നെ നമുക്ക് അതിന് ആംബിയൻസ് കിട്ടുന്നത്. അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒക്കെ പ്രൊജക്ട്? അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിന്റെ വർക്ക് നടക്കുമ്പോൾ ഒരു നല്ല മനസ്സാണ്. വർക്ക് നടക്കുമ്പോഴാണ് അവിടുത്തെ ആ ടീച്ചറും സാറും ഒക്കെ ഒന്ന് പറഞ്ഞു, ഇന്നപോലെ സാറിന് ബാലസാറിനോടൊന്ന് പറയുമോ, നമുക്ക് മൊത്തം പോയി പൊളിഞ്ഞു കിടക്കുക. കുട്ടികളെ അവിടെ അടുത്തൊരു ഗോഡൗൺ ഉണ്ട്, ഒരു മീനിൻ്റെ, അവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിൽ പോയി കിടക്കുന്നുണ്ട്. ഇപ്പം സർക്കാരിൻ്റെ ഇതിനുള്ള ഫണ്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. പണ്ണോട് സംസാരിച്ചു പറഞ്ഞു, പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ സ്കൂൾ കണ്ടു. അവരെ വിളിക്കാൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് വിഷമമായിപ്പോയി. ഒരു ചെറിയ സ്ഥലത്ത് കുട്ടികൾ അവരെ വിഷമം എന്നെ വേണം കിട്ടും. അപ്പോൾ അണ്ണൻ சொன்னாரு, നമുക്ക് നല്ലത് ചെയ്യാം പറഞ്ഞു. ഇമ്മീഡിയറ്റ് ക്യാഷ് അന്നേരം തന്നെ അഡ്വാൻസ് ചെയ്തു. അഡ്വാൻസ് അല്ല, ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ പണി തീർന്നല്ലോ. അതെ. ഇനി അത് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. അതെ. അതിന്റെ പണിപ്പുരയിലാണ്. പിന്നെ ഇനിയിപ്പം ബാലയുടെ വേറെ കുറെ പ്രൊജക്ടുകൾ ഉണ്ടല്ലോ അണ്ണൻ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ നമ്മൾ വലിയൊരു ഇവരുടെ തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, എറണാകുളം സ്റ്റുഡിയോ ഉണ്ട്, ചെന്നൈയിലെ വലിയ സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോയുടെ വർക്ക് ഇപ്പം ജനുവരി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ വലിയൊരു കയാക്കിംഗ് ഒക്കെ ആയിട്ട് വലിയൊരു ക്ലബ്ബ് ഇത് ചെയ്യുന്നുണ്ട്, കയാക്കിംഗ് ക്ലബ്ബ് റിസോർട്ടുമായിട്ട്. അതിൻ്റെ ഡിസൈൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഉണ്ട്, അടുത്ത വർഷമുണ്ട്. അത് തന്നെ ബാല ഇനി ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നത്. ബാല വിടൂല്ല, ഡയറക്ഷൻ തുടങ്ങി എല്ലാം കൂടെ ഇല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളുടെ ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ? പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ പണിയും നടക്കും. ഇവിടെ കായൽ இருக்கு, பிளான் இருக்கு. இங்க ஒர்க் நடக்கும்போது அண்ணன் வந்து உட்காந்து எழுதினா போதுமே. അത് ഇവിടെ ഇരുന്ന് എഴുതാൻ നല്ല ആംബിയൻസ് ആണ്. എനിക്ക് വന്നപ്പോൾ നല്ല ആംബിയൻസ് ആണ്. രാത്രിയൊക്കെ ഭയങ്കര രസമായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും സാലോണിന്റെ പ്രൊജക്ട് ഗംഭീരമാണ്, കൂടെ ഉണ്ടാവും. അത് മാത്രമല്ല, എനിക്ക് 2-3 കാര്യങ്ങൾ സാലി ചേട്ടൻ ബ്രദർ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ല, മക്കൾക്ക് വേണ്ടി ചെയ്യാൻ ഒരു ചെറിയ ക്ലിനിക് സാറ്റർഡേ സൺഡേ ആകുമ്പോൾ എറണാകുളത്തുനിന്ന്
இல்லைன்னா இங்கே ஒரு தொட்டடுத்த ஹாஸ்பிட்டல். நம்ம கிளினிக் கட்ட தான் முடியும், ஆனால் டாக்டர் வேண்டே. வேണം. ஒரு டாக்டர் ஒரு நர்ஸ், அவருக்கு சமயம் கிட்டும்போது ஒரு சாட்டர்டே இல்லை സൺഡേ വന്ന് അന്ന് എല്ലാ പേഷ്യൻസ്ക്കും നാട്ടുകാരെല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇന്നലെ തൊട്ടടുത്ത വീട്ടിൽ ഒരു മാഷ് പറഞ്ഞല്ലേ ഇന്ന് സ്കൂൾ ഇങ്ങോട്ട് വന്നപ്പോൾ മൂട്ട കാണിച്ച് സൈക്കിളിൽ നിന്ന് താഴെ വീഴുന്നു. പക്ഷേ ഈ നാട്ടുകാർക്കൊക്കെ അറിയില്ല, അതെങ്ങനെ മൂടി വെച്ചിരിക്കുക. ഞാൻ തന്നെ அதை എടുത്ത് എൻ്റെ പുറകിലെ തൊലി പോയില്ലേ, അതേ മരുന്നെടുത്ത് അതിലിട്ട് ഞാൻ തന്നെയാണ് ആക്ച്വലി. இப்போ இந்த ஒர்க்கெல்லாம் நம்ம ஒரு சின்ன ஒரு கிளினிக் நம்ம செய்து കഴിഞ്ഞാൽ அப்போ வந்து அங்கேருந்து வந்து டாக்டர்ஸ் யார் யாருக்கு ஃப்ரீயாக வந்து ட்ரீட் பண்ணணும் அவங்க வந்து பண்ணலாம், മനസ്സ് ഉള്ളവർക്ക്. അങ്ങനത്തെ ഒരു കാര്യം. അതെവിടെയാണ് ചെയ്യുന്നത്? അതെല്ലാം അണ്ണൻ തീരുമാനിക്കും. ഇവിടെ തന്നെയാണ് ഇവിടെ ഏരിയയിൽ തന്നെ. ആമാ, അല്ല, വൈക്കം നല്ല മനുഷ്യരാണ്, സ്നേഹമുള്ളവരാണ് വൈക്കം. ரொம்ப ഇഷ്ടപ്പെട്ടു പോയി. അതാ എനിക്കും പേടിയാ, ഞാൻ ഇഷ്ടപ്പെട്ട എല്ലാവരുമേ എന്നെ ചതിച്ചിട്ടുണ്ട്. നല്ല ആളുകളാണ് വൈക്കത്ത്, നമുക്ക് ഇവിടെ വിശ്വസിക്കാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റിയ ആളുകളാണ്. എന്തായാലും പോകാൻ നേരത്തെ എന്താ സ്കൂളൊന്നും കാണണം. പല ധൈര്യമായിട്ട് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോവുക. ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടോ അതുകൊണ്ടൊന്നും ബാലയെ തളർത്താൻ പറ്റില്ല. ബാലയ്ക്കുണ്ടായ വിഷമം ഭാര്യയ്ക്കും കുടുംബത്തിനുണ്ടായ വിഷമമാണെന്ന് എനിക്കറിയാം. ബാല ഇതുമായിട്ട് അപ്പുറത്തേക്ക് നേരിട്ട് വന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ബാലയ്ക്കല്ല. പക്ഷേ കൂടെയുള്ള വൈഫിനുണ്ടാകുന്ന വിഷമം ബാലയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണെന്ന് എനിക്കറിയാം. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ബാല. ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്, മീഡിയ അടുത്ത് പറയാണ്, ഞാൻ നിങ്ങളുടെ ശത്രു അല്ല. ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിത്രം ഞാനാണ് നിങ്ങൾക്ക്. ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് അല്ല ചോദിക്കുന്നത്, ധർമ്മം ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇപ്പോൾ மார்னிங் நான் ரொம்ப டிப்ரெஷனும் இதுலையும் இருந்தேன். இப்போ நானும் എൻ്റെ വൈഫും ഹാപ്പിயாக இருக்கும். ஏன்? ഇവരും ഒരു മീഡിയ പേഴ്സൺ தானே. வந்து സംസാരിച്ചപ്പോൾ എത്ര പോസിറ്റീവായിട്ട് ഇൻ്റർവ്യൂ പോയി. ബ്രിങ് പോസിറ്റിവിറ്റി ടു ദിസ് വേൾഡ്. நல்ல காரியங்கள் സംസാരിക്ക്, நல்லது ചെയ്യ്, நான் நல்லா இருப்பேன்னு விசுவசிக்கு, 4 பேருக்கு நன்மை செய், எல்லாருமே நல்லா இருக்கும். மீடியா அந்த தர்மம் செய்ய. நன்றி. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.